ഹലോ എവ്രി വൺ, ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറിന്റെ +1 അഗ്നി ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. അഗ്നി ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടൈം ടേബിൾ സഹിതം ഡൗൺലോഡ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ജോയിൻ. ഓക്കെ, ബൈ ബൈ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തിനു പഠിക്കണം? കുറേ പേർക്ക് ചോദ്യം ഉണ്ടാവും. സാറേ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് അറിയാം, റൂൾസ് ഒക്കെ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, പപ്പൻ സാറും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതിന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ ഒറ്റയ്ക്കല്ല ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഒറ്റയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ നമ്മുടെ അർച്ചന മിസ്സിനെയും നമ്മുടെ അലൻ സാറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് അലൻ സാറ് വാതിലടച്ചോ. അലൻ സാറ് വേണ്ട, ഫസ്റ്റ് അലൻ സാറ് വേണ്ട. ഓക്കെ, അപ്പം ഞാൻ അർച്ചന മിസ്സിന്, നമ്മളിതൊന്നും പരിപാടിയൊന്നും നേരത്തെ കാണിച്ചില്ല, നമ്മൾ മാജിക് കാണിക്കുന്ന പോലെ അല്ല, നമ്മളിത് നേരത്തെ ചെയ്തിട്ടും പ്ലാൻ ചെയ്തിരുന്നില്ല കേട്ടോ. വിശ്വസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പരിപാടി ഉടായ്പൊന്നുമില്ല, എല്ലാം ഓൺ ലൈവാണ്. ഓക്കെ, അപ്പോൾ അർച്ചന മിസ് ചെയ്യേണ്ടത് ഈ സാധനത്തിൻ്റെ ലെങ്ത്, എക്സാമിനർ നോട്ട് പാഡ് നിങ്ങൾക്ക് കുറേ പേർക്ക് ഉണ്ടാവും ഈ സാധനം, ഇതിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യണം. ഈ ലെങ്ത് ഒന്ന്, ഈ സ്കെയിൽ ഒരു മീറ്റർ സ്കെയിലാണ്, സാധാരണ സ്കെയിലാണ് നിങ്ങൾക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതൊന്ന് മെഷർ ചെയ്യണം. ഒന്ന് പെട്ടെന്ന് മെഷർ ചെയ്തോ, കുറേ നേരം ആലോചിക്കൊന്നും വേണ്ട, മെഷർ ചെയ്തേ. മെഷർ ചെയ്തിട്ട് മിസ് എന്നോട് പറയൊന്നും വേണ്ട, മിസ് അവിടെ എഴുതി വെച്ചോ. ഇത് ഞാൻ പിന്നീട് ഗസ്റ്റ് ചെയ്തെടുക്കും. മിസ് എഴുതിക്കോ, ഞാൻ വെറുതെ പറഞ്ഞ. സെന്റിമീറ്റർ, സെന്റിമീറ്റർ 12.6 സെന്റിമീറ്റർ ആണ് മിസ്സിന് കിട്ടിയത്. ഓക്കെ, അടിപൊളി, ഉറപ്പല്ലേ? ഓക്കെ, ശരി, ഉറപ്പല്ലേ? അത്യാവശ്യം ഉറപ്പല്ലേ? എന്നാൽ അലൻ സാറിനൊന്ന് വിടുവോ? അപ്പോൾ മിസ് പറയുന്നത് 12.6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ശരി, ഞാൻ അടുത്ത പേജ് എടുക്കാം. ഒന്നും കേട്ടില്ലല്ലോ? ഓക്കെ, ഒന്നുമില്ല. അപ്പം ഈ സാധനം നോട്ട് പാഡ്, ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യണം ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട്. പെട്ടെന്ന് മെഷർ ചെയ്തോ, എന്നിട്ട് അവിടെ എഴുതി വെച്ചാൽ മതി, പറയൊന്നും വേണ്ട. അലക്സ് സാർ കാണൂല, അലക്സ് സാർ പ്രെഡിക്റ്റ് ചെയ്യും അതിൽ അവസാനം. വേഗം 12.5 പറയേണ്ട ആവശ്യമില്ലായിരുന്നു, എഴുതി വെച്ചാൽ മതി. 12.5 സെന്റിമീറ്റർ. ഉറപ്പല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾ രണ്ടാളും ചെയ്ത മെഷർമെന്റ്സ് കാണിക്കാം. അർച്ചന മിസ് പറഞ്ഞത്, രണ്ടുപേരും വന്നോ? അർച്ചന മിസ് പറഞ്ഞത് 12.6 സെന്റിമീറ്റർ, അലൻ സാർ പറഞ്ഞത് 12.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പം രണ്ടുപേരും കറക്റ്റ് ആണോ? ഒരാളെ കറക്റ്റ് ആവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ടുപേരും പറയുന്നത് രണ്ടുപേരും കറക്റ്റ് ആണ്. എന്നാൽ ഞാൻ പറയാം, ഞാനിതിന്റെ മുൻപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെഷർമെന്റ് നല്ല അടിപൊളിയായിട്ട് ഞാൻ കുത്തിയിരുന്ന് കുറെ നേരം നോക്കിയതാണ്. അപ്പൊ രണ്ടും തെറ്റാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും എഴുതി വെച്ച സാധനം തെറ്റാണ്. 12.5 സെന്റിമീറ്ററും 12.6 സെന്റിമീറ്റർ രണ്ടുപേരും എഴുതിയാൽ പ്രശ്നമുണ്ട്. കാരണം 12.5 അല്ല 12.6 അല്ല, കറക്റ്റ് രണ്ടും അല്ല, ഏതാണ്ട് 12.5ന്റെയും 12.6ന്റെ ഇടയിലാണ് സാധനം നിൽക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളോട് ഞാൻ ബേസിക്കലി എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? അപ്പൊ ബേസിക്കലി അതൊന്നുമല്ല, ബേസിക്കലി എന്തായിരിക്കും സംഭവിച്ചത്? 12.5ന്റെ കുറച്ചും കൂടി അടുത്തായിരിക്കും അലൻ സാർ കണ്ടിട്ടുണ്ടാവാം, 12.6ന്റെ കുറച്ചും കൂടി അടുത്തായിരിക്കും അർച്ചന മിസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അർച്ചന മിസ് പറഞ്ഞു 12.6 ആണെന്ന് പറഞ്ഞു, അലൻ സാർ പറഞ്ഞു 12. നിങ്ങൾ രണ്ടാളും ബേസിക്കലി അപ്രോക്സിമേറ്റ് ചെയ്തു. പക്ഷെ ഓക്കെ, ഇനി നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പഠിക്കണം. ഇത് നിങ്ങളുടെ അല്ലല്ല, വെയിറ്റ് ഒരു കാര്യം നിങ്ങളോടും കൂടെ ചോദിച്ചു. അലൻ സാർ വന്നോ? അലൻ സാറോട് ചോദിക്കാം. ഈ 12.5ഉം 12.6ഉം രണ്ടും തെറ്റാണ്. പക്ഷെ 12 ആണെന്ന് എനിക്കറിയാം, 13 അല്ല, 11ഉം അല്ല, 14ഉം അല്ല, 12 പോയിന്റ് എന്തോ ആണ്. അപ്പം ഈ രണ്ട് ഡിജിറ്റ്സ് എനിക്ക് ഷുവർ ആണോ? ഷുവർ ആണ്. ഓക്കെ, ഇത് ഷുവർ ആണോ? അല്ല, ഷുവർ അല്ല. കാരണം അതെ, 5 പോയിന്റ് ആയിരിക്കാം, 6 പോയിന്റ് ആയിരിക്കാം, ഇനി കുറച്ചും കൂടി ചെറുതാണ്, വേണേ 4 പോയിന്റ് ആവാം. ഓക്കെ, ശരി. അപ്പൊ ഇത് എനിക്ക് അൺഷുവർ ആണ്, ഈ ഡിജിറ്റ്സ്, ഈ ഡെസിമൽ കഴിഞ്ഞ ഡിജിറ്റ്സ്. അപ്പൊ ഞാൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വളരെ ഡെഫിനേഷൻ ഒക്കെ വിടും. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അലൻ സാർ എന്ത് പറയും? 2 സിഗ്നിഫിക്കൻറ്റ് ഉള്ളൂ തോന്നുന്നു, കാരണം ഇത് ഷുവർ ആണ്. എന്നാൽ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 2 എണ്ണം എന്നല്ല പറയാ, നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറയുമ്പോൾ നമ്മൾ പറയും 3 എണ്ണം എന്ന് പറയും. ഈ മെഷർമെന്റിൽ അത് 12.5 പറഞ്ഞാൽ 3 എണ്ണം എന്ന് പറയും, 12.6 എന്ന് പറഞ്ഞാൽ 3 എണ്ണം എന്ന് പറയും. കാരണം അത്രയേ ഉള്ളൂ, നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പറയുമ്പോൾ നമ്മൾ ഷുവർ പ്ലസ് ഒരു അൺഷുവറും കൂടെ കൂട്ടും അതിൻ്റെ ഉള്ളത്. ഓക്കെ, അപ്പൊ സിഗ്നിഫിക്കൻറ്റ് ഷുവർ മാത്രമല്ല, ഷുവറിന്റെ കൂടെ ഒരു അൺഷുവർ. കാരണം എന്തോ 5 പോയിന്റ് ആണല്ലോ. ഇപ്പൊ 12 എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ, 12 സെന്റിമീറ്റർ അല്ല, അതിന്റെ അടുത്ത് പോലും അല്ല.
12.5 12.6. അപ്പൊ നമ്മൾ ആ അൺഷുവറും കൂടെ ചേർത്തിട്ട് പറയും 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. മോശമില്ല. ഓക്കെ, ലോജിക്കലാണ്. അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടുപേർക്ക് താങ്ക് യു. രണ്ടുപേർക്കും നിങ്ങളൊന്ന് താങ്ക് യു പറയാ. അഗ്നി ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാവരും രണ്ടുപേർക്കും താങ്ക് യു പറയാ. ഇവർ ഇത്ര നേരം നിങ്ങൾക്ക് വേണ്ടി മെഷർമെന്റ് ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ ഓരോരോ സംസാരിക്കുന്ന ചോദ്യത്തിന് ഉത്തരമൊക്കെ തന്നു. അപ്പം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എല്ലാവരും താങ്ക് യു പറയുന്നുണ്ട്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു മെഷർമെന്റിൽ നിങ്ങൾക്ക് എന്തായാലും എറർ വരും. പ്രത്യേകിച്ച് ഈ മീറ്റർ സ്കെയിലൊക്കെ വെച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാം ഇവന്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്, ഇവന്റെ ഏറ്റവും മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് മെഷർമെന്റ് എന്താണ്, 0.1 സെന്റിമീറ്റർ ആണ്. ശരിയല്ലേ? 0, 0.1, 0.2, 0.3, 0.1 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വല്ല 0.3ന്റെയും 0.4ന്റെ ഇടയിൽ വന്നാൽ ഇവന് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവന് ബൈ ഡിഫോൾട്ട് ഒരു എറർ ഉണ്ട്. നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും ഒരു 0.1 സെന്റിമീറ്ററിന്റെ എറർ വന്നിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അത് വരും. അപ്പൊ എറേഴ്സ് ഉണ്ടാവും, ഒരു സംശയമില്ല. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എറേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഓരോ പെർസെൻറ്റേജ് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഒരു മെഷർമെന്റ് പറയേണ്ടി വരും. നേരത്തെ ഇവർ പറഞ്ഞ പോലെ 1.6 1.65 എന്താണെന്ന് വെച്ചാൽ പറയേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയും. ഒന്നുമില്ല, നമ്മൾ 2 ഷുവർ എടുക്കും. 2 ഷുവറോ എത്ര ഷുവർ വെച്ചാൽ ആ ഷുവറിന്റെ എടുക്കും, പ്ലസ് ഒരു അൺഷുവറും കൂടി എടുക്കും. ഒരു അൺഷുവർ ആയിട്ടുള്ള വാല്യൂ കൂടി എടുക്കും. ഇത് രണ്ടിനും കൂടി നമ്മൾ ആ നമ്പർ ആയിരിക്കും സിഗ്നിഫിക്കന്റ്. ഇവിടെ 2 ഷുവറും ഉണ്ട്, ഒരു അൺഷുവറും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അതായത് ഷുവർ പ്ലസ് ഒരു അൺഷുവർ മാത്രമേ എടുക്കുള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. ഇനി നാളെ പരീക്ഷയിൽ ഓരോ നമ്പേഴ്സ് വന്നിട്ട് ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാനൊന്നും പറ്റില്ല. ഷുവർ പ്ലസ് അൺഷുവർ എന്ന് ആലോചിച്ചിരുന്നാൽ പരിപാടി നടക്കില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കണം. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് റൂൾസ് പഠിക്കണം അല്ലേ? കുറച്ച് റൂൾസ് പഠിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇതിന്റെ ലോജിക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ റൂൾസ് ആയിട്ട് പഠിച്ചാൽ ബടബടബടേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ പഠിക്കും. അത് മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. റൂൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഫസ്റ്റ് റൂൾ നോക്കിക്കോ. ഫസ്റ്റ് റൂൾ, ഒരു നോൺ ഡെസിമൽ നമ്പർ എടുത്താൽ, ഒരു നോൺ ഡെസിമൽ, അതായത് കുത്തില്ലാത്ത, ഡെസിമൽ എന്ന് പറഞ്ഞാൽ കുത്തുള്ളത്, നോൺ ഡെസിമൽ എന്ന് പറഞ്ഞാൽ കുത്തില്ലാത്ത നമ്പർ. ഫോർ എക്സാമ്പിൾ 00560700. എവിടെയെങ്കിലും ഡോട്ട് കാണുന്നുണ്ടോ, കുത്ത് കാണുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഇതെന്താണ്? ഡെസിമൽ അല്ല, നോൺ ഡെസിമൽ ആണ്. ഈ നമ്പറിൽ ഇതൊരു മെഷർമെന്റ് ആണെന്ന് വിചാരിക്കാം. ആരോ എന്തോ മെഷർ ചെയ്തിട്ട് ഇങ്ങനെ പറയാണ്. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നോൺ ഡെസിമൽ ആണ്. റൂൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ നോൺ സീറോ നമ്പർ, ആദ്യത്തെ സീറോ അല്ലാത്ത നമ്പർ ഐഡന്റിഫൈ ചെയ്ത് 0 0 നോൺ സീറോ, അവന്റെ ലെഫ്റ്റിൽ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, ബ്രാക്കറ്റ് ഇടാം. കുറെ പേര് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നോൺ സീറോ കണ്ടുപിടിക്കാം. ലാസ്റ്റ് സീറോ അല്ല, ലാസ്റ്റ് നോൺ സീറോന്റെ അപ്പുറത്ത് ഒരു ബ്രാക്കറ്റ് ഇടാം. ആ ബ്രാക്കറ്റിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതായിരിക്കും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 1 2 3 4 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഈ ഡിജിറ്റിൽ. 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ആൻസർ കിട്ടിയോ? ഇത്രയേ ഉള്ളൂ സംഭവം. നോൺ ഡെസിമൽ ആണെങ്കിൽ. ഓക്കെ, റെഡി. സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്. ഈ സിമ്പിൾ ആയിട്ടുള്ള റൂൾ വെച്ചിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി നമ്പർ മാറ്റാം. 560701. ഇവിടെ ഒരു 0 കൂടെ ഞാൻ നിർത്തിയാൽ എന്തെങ്കിലും മാറാൻ പോകുന്നുണ്ടോ? ഒന്നും മാറാൻ പോകുന്നില്ല അല്ലെ? അപ്പൊ 5607 താഴെ തന്നെ എഴുതിയത്, ഇതിന്റെ തൊട്ട് താഴെ തന്നെ എഴുതിയത്. അപ്പൊ കൺഫ്യൂഷൻ വരില്ല. 607 ഞാൻ അവിടെ ഒരു 10 എന്ന് ഇട്ടു. ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? ഈ നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്? 5607. റൂൾ എന്താണ്? റൂൾ ഒന്നുമില്ല, നോൺ ഡെസിമൽ ആണ്, കുത്തില്ല. ഫസ്റ്റ് നോൺ സീറോ കണ്ടുപിടിക്കുക, ലാസ്റ്റ് നോൺ സീറോ കണ്ടുപിടിക്കുക. ഇടയിൽ 0 ഒക്കെ ഉണ്ടായിക്കോട്ടെ, വിഷയമുള്ള. ലാസ്റ്റ് നോൺ സീറോ ആരാണ് കണ്ടുപിടിക്കുക, ബ്രാക്കറ്റ് ഇടുക. 1 2 3 4 5 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയി. ഇത്രയേ ഉള്ളൂ റൂള്. എല്ലാവർക്കും ആൻസർ കറക്റ്റായിട്ട് കിട്ടി. റൂൾ ഇത്രയേ ഉള്ളൂ സംഭവം.